മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിൽ ചെളിയിൽ വാഹനം കുടുങ്ങിപ്പോയി. മണ്ണ് ഇതുവരെ നീക്കം ചെയ്യാത്തതുകൊണ്ട് പ്രദേശത്തെ ഗതാഗതവും തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇടുക്കി അടിമാലി മൂന്നാർ റോഡ് കരടിപ്പാറയിൽ മരം ഇന്നൊടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. നേര്യമംഗലം കാഞ്ഞിര വേലിയിൽ വീട് തകർന്നുപോയി. വെട്ടിപ്പായിൽ അനീഷിൻ്റെ വീടാണ് തകർന്ന്. പുന്നയാർ 6-ാം കൂപ്പിൽ വീടിന് മുകളിലേക്ക് കല്ലും മണ്ണും ഇടിഞ്ഞു വീണു. പുന്നയാറിൽ നിന്ന് രാഹുൽ വിജയൻ നമുക്കൊപ്പം ചേരുകയാണ്. രാഹുൽ വിജയൻ, ഗുഡ് മോർണിംഗ്, പറയൂ. നമ്മളിപ്പോൾ നിൽക്കുന്നത് പുന്നയാറിൽ റോയി എന്ന് പറയുന്ന ആളുടെ വീട്ടിലാണ്. 6-ാം കൂപ്പിലുള്ള റോയി എന്ന് പറയുന്ന ആളുടെ വീട്ടിലേക്കാണ്. ഇന്നലെ രാത്രിയിലാണ് ഇവിടെ വലിയൊരു പാറ ഈ വീടിന് പിൻഭാഗത്ത് വന്ന് പതിക്കുന്നത്. വീട് ഭാഗികമായി തകർന്നിട്ടുണ്ട്. ഒരു മുറിയിലേക്കാണ് ഈ പിന്നിൽ വലിയൊരു മൺതിട്ടയാണ്. ആ മണ്ണിന് മുകളിൽ ഇരുന്നിരുന്ന പാറയും മണ്ണും കൂടെ ചേർന്ന് വീടിലേക്ക് പതിക്കുകയായിരുന്നു. വീടിന്റെ ഒരു ഭിത്തി പൂർണ്ണമായും തകർന്നു. ഈ മുറിക്കുള്ളിൽ ഈ സംഭവ സമയം ആളുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ അപകടം ഒഴിവായി എന്ന് എടുത്തു പറയേണ്ടതുണ്ട്. ഇതുപോലെ തന്നെയാണ് സമീപ പ്രദേശങ്ങളിലൊക്കെ വ്യാപകമായ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. കാഞ്ഞിര വേലിയിലും അനീഷ് എന്ന് പറയുന്ന ആളുടെ വീട് കനത്ത മഴയിൽ തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ മാട്ടുപ്പെട്ടിയിൽ റോഡിലേക്ക് ഇന്നലെ രാത്രിയിൽ ഇടിഞ്ഞു വീണ മണ്ണ് ഇതുവരെ നീക്കം ചെയ്തിട്ടില്ല. ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ വൈകുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതിന്റെ സൈഡിലൂടെ കടന്നുപോയൊരു വാഹനം കുടുങ്ങുകയും ചെയ്തിട്ടുണ്ട്, ചെളിയിൽ കുടുങ്ങിക്കിടക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അടിമാലി കരടിപ്പാറയിലും റോഡിലേക്ക് മണ്ണും മരവും ഒടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. പിന്നീട് അത് ഫയർഫോഴ്സ് സംഘം എത്തി മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ജില്ലയിൽ പൊതുവെ ഏറ്റവും കൂടുതൽ ഈ മണ്ണിടിച്ചിലും അതുപോലെ തന്നെ മരമൊടിഞ്ഞു വീണും ഉള്ള ഗതാഗത തടസ്സമാണ് ഏറ്റവും കൂടുതലുള്ളത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണം എന്ന് വേണമെങ്കിൽ ഈ ദൃശ്യങ്ങൾ, നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ, ഈ റോയി എന്ന് പറയുന്ന ആളുടെ വീടിന്റെ ദൃശ്യങ്ങൾ കാണാവുന്നതാണ്. ഇന്നത്തെ രാത്രിയിലെ മഴ എങ്ങനെയായിരുന്നു എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ ഇവരോട് ചോദിക്കാവുന്നതാണ്. ചേട്ടാ, വലിയ അതിശക്തമായ മഴയായിരുന്നോ? എന്തായിരുന്നു? ഇന്നലെ വൈകിട്ട് 4 മണി മുതൽ ഭയങ്കര മഴയായിരുന്നു. ഒരു 12 മണിയോടുകൂടി ചെറിയ സൗണ്ട് കേട്ടുകൊണ്ട് ഞങ്ങൾ നോക്കിയപ്പോൾ ഭിത്തിയെല്ലാം കൂടെ തള്ളി പാറ വന്നിരിക്കുന്നതാണ് ഞങ്ങൾക്ക് കാണാൻ പറ്റിയത്. ഇനി അപകടം ഉണ്ടാകാൻ സാധ്യത? അവിടെ ഭയങ്കര കട്ടിങ്ങാണ്, മണ്ണ് കൂർന്നു വരാൻ സാധ്യത കാണുന്നു. എന്തായാലും മഴ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. പല പ്രദേശങ്ങളിലും ചാറി നിൽക്കുകയാണ്. മഴ ശക്തമാവുകയാണെങ്കിൽ പല സ്ഥലങ്ങളിലും മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം ഇതിനോടകം തന്നെ നൽകിയിട്ടുള്ളതുമാണ്. രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകി.